ഗോയിറ്റിന്റെ എക്സാം എക്സാമിന്റെ ബാക്കി വിവരങ്ങൾ അറിയണ്ടേ? അപ്പൊ നമ്മൾ ഇന്നത്തെ പാട്ടിൽ പറയാൻ പോകുന്നത് ഗോയിറ്റി B1 എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പൊ B1ലേക്ക് വരുമ്പോൾ A1നും A2നും കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിലും 60% അല്ലെങ്കിൽ എബോവോ സ്കോർ ചെയ്യേണ്ടിട്ട് വരും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഹ്യോറൻ വരുന്നത് 4 പാർട്സ് ആയിട്ടായിരിക്കും എക്സാമിന് വരിക. 40 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ വരിക. 30 മാർക്കിനായിരിക്കും ടോട്ടൽ എക്സാം വരിക. അപ്പൊ അവിടെ നിങ്ങൾ പാസ് മാർക്ക് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ 18 മാർക്കായിരിക്കും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ലേസൺ വരുന്നത് 5 പാർട്സ് ആയിട്ടായിരിക്കും. 30 മാർക്കിനായിരിക്കും എക്സാം വരിക. 18 മാർക്ക് തന്നെയായിരിക്കും പാസ് മാർക്ക് വരിക. ഇവിടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 65 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സ്ട്രൈബൺ വരുന്നത് 2 പാർട്സ് ആയിട്ടായിരിക്കും. 100 മാർക്സിനായിരിക്കും എക്സാം വരിക. 60 മാർക്കായിരിക്കും നിങ്ങൾക്ക് പാസ് മാർക്ക് വരുന്നത്. ടൈം ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ ഫോർത്ത് പാർട്ട് എന്ന് പറയുമ്പോൾ സ്പ്രഹൻ വരുന്നത് 3 പാർട്സ് ആയിട്ടായിരിക്കും എക്സാമിന് വരിക. 15 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾക്ക് എക്സാം വരുന്നത് 100 മാർക്സിന് തന്നെ ആയിരിക്കും. പാസ് മാർക്ക് വരുന്നത് 60 മാർക്കിനായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ 4 പാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നും കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാറ്റം ഉള്ളതെന്ന് വെച്ചാൽ ഈ 4 പാർട്ടിനും നിങ്ങൾ ഇൻഡിവിജ്വലി 60%ഓ അല്ലെങ്കിൽ എബോവോ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഗോയിറ്റി B1 എക്സാം പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.